തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വന്ദനം. കുറവുകളെ നിറവുകളാക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, മനുഷ്യരാരും തന്നെ പൂർണ്ണരല്ല. പലതരത്തിലുള്ള കുറവുകൾ ഉള്ള നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ, ബലഹീനതകളെ ഒന്ന് ഇറക്കി വെച്ചാൽ അവിടുന്ന് തന്റെ കൃപ നമ്മളിൽ പകർന്ന് നമ്മുടെ ഏത് കുറവുള്ള അവസ്ഥകളും നിറവാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. 1 രാജാക്കന്മാർ 3 സോളമൻ വളരെ ആകുലതയിലാണ്. ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് തന്നെ രാജാവാക്കിയിരിക്കുന്നു. സംഖ്യാതീതമായ ഒരു മഹാജനത്തിന്റെ നടുവിലാണ് ഞാൻ. ഈ ജനത്തെ ഞാൻ എങ്ങനെ ഭരിക്കും? അങ്ങനെ കുറവുകൾ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് വളരെ വിഷമത്തിലായിരിക്കുമ്പോൾ രാത്രിയിൽ കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ചോദിക്കുന്നു, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. സോളമൻ പറയുന്നു, ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് വളരെ ഇഷ്ടപ്പെട്ടു. വലിയ വലിയ കാര്യങ്ങളൊന്നും തന്നെ സോളമൻ കർത്താവിനോട് ചോദിക്കാതെ വിവേകം മാത്രം ചോദിച്ചതിനാൽ, നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. മാത്രമല്ല, ദീർഘായുസ്സും ഞാൻ നിനക്ക് നൽകുമെന്ന് കർത്താവ് പറയുന്നു. കണ്ടോ, തനിക്ക് ഇല്ല എന്ന് തോന്നിയ ഒരു കാര്യം മാത്രമാണ് സോളമൻ പറയുന്നത്. എന്നാൽ അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴയാണ് സോളമന്റെ ജീവിതത്തിൽ കർത്താവ് വർഷിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 4:10 മുതലുള്ള തിരുവചനങ്ങളിൽ ഇസ്രായേൽ ജനത്തെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി ഫറവോയോട് സംസാരിക്കാൻ മോശ പ്രാപ്തനാണെന്ന് കണ്ട് കർത്താവ് മോശയെ അയക്കുവാൻ ഒരുങ്ങുമ്പോൾ മോശ പറയുന്നു, കർത്താവെ, ഞാൻ ഒരിക്കലും വാഗ്ദാനരി ഉള്ളവനായിരുന്നില്ല. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത്? കർത്താവായ ഞാനല്ലേ? ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. മാത്രമല്ല, അഹരോൻ എന്ന സഹോദരനെ കൂടി മോശയുടെ കൂടെ കർത്താവ് അയക്കുന്നു. വടി കയ്യിൽ എടുത്തുകൊള്ളുക, നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ കുറവുകൾ എല്ലാം പരിഹരിച്ച് കർത്താവ് നിറവുകളുള്ളവനാക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, എന്നെ ഒന്നിനും കൊള്ളുകയില്ല, എനിക്ക് ഒരു കഴിവുമില്ല എന്നുള്ള തോന്നലുകൾ മാറ്റി ദൈവസന്നിധിയിൽ താഴ്മയോടെ നമ്മുടെ കുറവുകളും ഇല്ലായ്മകളും ഒക്കെ ഒന്ന് ഇറക്കി വെച്ചാൽ എല്ലാ കഴിവുകളുമുള്ളവനായ ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടുകയും നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത തരത്തിൽ സർവ നന്മകളാലും നമ്മെ നിറമുള്ളവരാക്കുകയും ചെയ്യും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നിർത്തുന്നു. നന്ദി.